എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു കഥകൾ തന്നെ പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏകദേശം 750 പോയിൻറ്റിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ആ സാധനം നേരെ താഴേക്കൊരു വരവാണ് വന്നത്. ഇവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് 1 അവർ ടൈം ഫ്രെയിമിലാണ് നേരെ താഴെ എത്ര പോയിൻ്റ് 400 പോയിൻറ്റിൻ്റെ മുകളിൽ വന്നിട്ട് അതേ ക്യാൻഡലിൽ മേലെ കൊണ്ടുപോയി എത്ര പോയിൻ്റ് 325 പോയിൻ്റ് പോയി പിന്നീട് 200 പോയിൻറ്റിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഗംഭീര ഒച്ചിഴയലായിരുന്നു. ഈ സൈഡ് വേ മാർക്കറ്റിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ രാവിലെ ഈ ഒരു മണിക്കൂർ ക്യാൻഡിൽ, മണിക്കൂർ തന്നെ വേണ്ട, നോക്കേണ്ട ആവശ്യമില്ല, ഈ 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയാൽ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും എന്തൊരു സൈഡ് വേ. നോക്കൂ, 15 മിനിറ്റിൽ താഴെ വന്ന് മേലെ പോയി, താഴെ വന്ന് മേലെ പോയി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ സൈഡ് വേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിലൊക്കെ ലാഭം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അഥവാ നമ്മൾ അപ്സൈഡിലേക്ക് ഓപ്ഷൻ ബൈയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, അതേസമയം സ്റ്റോക്ക് ഓപ്ഷനിൽ ഇന്ന് ഞങ്ങൾ നല്ല പ്രോഫിറ്റാണ്. 2-3 സ്റ്റോക്ക് ഓപ്ഷനാണ് ചെയ്തെങ്കിലും പ്രോഫിറ്റാണ്. അതേപോലെ കമ്മോഡിറ്റിയിലൊക്കെ പ്രോഫിറ്റാണ്. പക്ഷേ നിങ്ങൾ ഈ ചാർട്ട് നോക്കിയിട്ട് പറയൂ, ഒരു ട്രേഡിങ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും? ആദ്യത്തെ ഈ 2 ക്യാൻഡിൽ നമുക്ക് ഒഴിവാക്കിയാൽ തന്നെ ബാക്കിയുള്ള ക്യാൻഡുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ട് 4-5 കോളുകൾ എടുത്തു, അതിൽ 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർ നിങ്ങൾ മിനിമം ഒരു 10 ദിവസമെങ്കിലും അതിൽ സ്റ്റേ ചെയ്യണം. ആദ്യത്തെ ഒരു 2 ദിവസം ഞങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ട്രേഡിംഗ് സ്റ്റൈലൊന്ന് കണ്ടു പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് വന്ന് പ്രീമിയം ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഞങ്ങൾ പ്രോഫിറ്റ് എടുത്തു, അതൊന്നും നടക്കില്ല. ഇതുപോലുള്ള 1-2 ദിവസത്തെ, പൊതുവേ 4 ദിവസത്തോളമായി മാർക്കറ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ കാര്യം എടുത്തു നോക്കിയാലും സെയിം തന്നെ. ബാങ്ക് നിഫ്റ്റി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിച്ചിരുന്നു. നിഫ്റ്റി നോക്കൂ, ഈ ഒരു മണിക്കൂർ ക്യാൻഡിൽ, അതോടൊപ്പം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ക്യാൻഡിലൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഫുൾ സൈഡ് വേ ആണ്. സൈഡ് വേ മാർക്കറ്റ് സ്റ്റോക്ക് ഓപ്ഷൻ തന്നെയാണ് ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ നമുക്ക് രക്ഷ, അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻട്രാഡേ. ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു കാര്യം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ആൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര തവണ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 53,180 53,180 ബ്രേക്ക് ചെയ്തു. പക്ഷേ അത് വന്നത് ക്ലോസ് ചെയ്ത് ഇവിടെ നോക്കൂ, താഴെയല്ലേ. 15 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഫേക്ക് ബ്രേക്ക് ഔട്ടല്ലേ നടത്തിയിരിക്കുന്നത്. ആളുകളെ പറ്റിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? എപ്പോഴും നമ്മൾ ടൈം ഫ്രെയിം നോക്കേണ്ടത്, അതായത് ടൈം ഫ്രെയിമിൻ്റെ പീരിയഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് സേഫ്റ്റി, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈൽ നടത്താൻ പറ്റും. അതേസമയം ഇപ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കൂ, നമ്മൾ ഇവിടെ ഈ 1, 2, 3, 4, 5 അഞ്ചാമത്തെ ക്യാൻഡിലിൽ ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ. ഈ ഒരു 53,180 എന്ന ആൾ ടൈം ഹൈനെ ക്ലോസ് ചെയ്തു. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ഇവിടെ നിന്ന് ഓപ്ഷൻ ബൈനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കാൽപ്പിംഗ് നടത്താം. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് പ്രോപ്പറായ എൻട്രി എടുത്ത് ഒരു 200, 150, 200, 300 പോയിൻ്റൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അതേസമയം ഈ സ്കാൽപ്പിംഗ്, അതായത് നമ്മളിപ്പോൾ പ്രീമിയം ഗ്രൂപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ നോക്കി, ഇവിടെ ക്ലോസ് ചെയ്തു, അതിനുശേഷം മുകളിലേക്ക് പോയി. എത്ര പോയിൻ്റ്? 53 പോയിൻ്റ്. 60 പോയിൻറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10-20 പോയിൻ്റ് കിട്ടും. സ്കാൽപ്പിംഗ് നടന്നു. അതേസമയം അതിനുശേഷം അവിടെ നിന്ന് കുത്തുക ചെയ്തത്. വീണ്ടും ഇവിടെ ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഇവിടെ നിന്ന് മേലെ പോയി, മേലെ നിന്ന് താഴെ വന്ന് വീണ്ടും നേരെ എവിടെയാണ് വന്നത്? 104 പോയിൻ്റ് താഴേക്ക് വന്നു. പിന്നീട് ക്ലോസ് ചെയ്ത് നോക്കൂ, 61 പോയിൻറ്റിലാണ്, 61 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വരിക തന്നെയല്ലേ ചെയ്തത്. നോക്കൂ, ഇതാണ് ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറയുന്നത്. ഇതിൽ നമുക്കൊരിക്കലും പ്രോപ്പറായ എൻട്രി എടുത്ത് പോകാൻ പറ്റില്ല. അതേസമയം നമുക്ക് 1 മണിക്കൂർ ക്യാൻഡിൽ എടുത്ത് നോക്കൂ, എന്താ സംഭവിച്ചിരിക്കുന്നത്?
ഇവിടെ നിന്ന് പോയി മുകളിൽ പോയി അതേ ക്യാൻഡിൽ താഴെ തന്നെ വന്നു. ഈ ഫസ്റ്റ് 1 അവർ ക്യാൻഡിൽ തന്നെ നോക്കൂ, മുകളിൽ, അതായത് ആദ്യം ഓപ്പൺ ചെയ്തത് മുകളിലാണ്, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് വന്നു, നേരെ താഴേക്ക് വന്ന് പിന്നെ വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഈ ആൾ ടൈം ഹൈയുടെ താഴെയാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് ഈ ക്യാൻഡിൽ നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ക്യാൻഡിൽ നോക്കൂ, സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, നേരെ മുകളിലേക്ക് പോയി. 1 മണിക്കൂർ ക്യാൻഡിൽ നോക്കൂ, ഇത് ക്ലോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തത് എവിടെയാണ്? നേരെ താഴെയാണ്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ക്യാൻഡിൽ നോക്കൂ എത്ര സെക്യൂറായി, എത്ര സേഫ്റ്റിയായി. അതിനുശേഷം ഫുള്ള് സൈഡ് വേ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്ത്, അതായത് ഈ പ്രോപ്പറായ എൻട്രിക്ക് വെയിറ്റ് ചെയ്ത് പോയിൻ്റുകൾ എടുക്കുന്നവർ. അതേസമയം നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ അപ്പോൾ ഒരു കാമണിക്കൂർ അരമണിക്കൂറൊക്കെ വിട്ടിട്ട് ഓരോ സിഗ്നലുകൾ കൊടുക്കുന്നത് 20, 30, 40, 50 പോയിൻ്റ് പ്രോഫിറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് സക്സസ് ആകുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം നമുക്ക് അതും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാണ്, അത്രയും വോളറ്റിലിറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രീമിയം ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരും വരുന്നവരും ദയവ് ചെയ്ത് നിങ്ങൾ മിനിമം 10 ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാനെങ്കിലും എടുക്കണം. എന്നിട്ടൊരു 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും വാച്ച് ചെയ്യണം. 10 ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്താലേ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ അറിയാൻ പറ്റൂ. ഇതുപോലുള്ള മാർക്കറ്റ് 2-3 ദിവസമൊക്കെ കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1-2 ഒക്കെ ഹിറ്റായിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കലൊന്നും വർക്കാകാത്ത ദിവസങ്ങളാണ് ഇന്നൊക്കെ. അതാണ് നമ്മൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത്. സാധാരണ ഈ ട്രേഡ് ചെയ്ത് തയക്കും വയ്ക്കും വന്നവർക്ക് പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതേസമയം നമുക്ക് കമ്മോഡിറ്റിയിൽ ഇപ്പോൾ ക്രൂഡ് ഓയിൽ 6 മണിക്ക് കൊടുത്തു, നമുക്ക് 20 പോയിൻറ്റ് 17 പോയിൻ്റോളം നമുക്ക് ഹൈ കിട്ടി. 136 മുതൽ 151 വരെ പോയി. അപ്പോൾ എത്രയായി? 15ഉം 1 16 പോയിൻറ്റ്, 14 1 15 പോയിൻറ്റ് കിട്ടി. ഓക്കെ, 15 പോയിൻറ്റ്, ഒരു ലോട്ടിൽ 1500 രൂപ. ഇനി നമ്മൾ കൊടുക്കാനിരിക്കുന്നേ ഉള്ളൂ. നാച്ചുറൽ ഗ്യാസൊക്കെ ബ്രേക്ക് ഔട്ട് നടത്തട്ടെ. ഓക്കെ, അപ്പോൾ പ്രീമിയം ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മിനിമം 10 ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാനെങ്കിലും എടുത്തിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് നാളേക്ക് എങ്ങനെ പ്രോപ്പറായി എൻട്രി എടുത്ത് പോകാമെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി തന്നെ നമുക്ക് ആദ്യമായി എടുക്കാം. നമുക്ക് ആൾ ടൈം ഹൈ ആയ 53,180 തന്നെയാണ്. ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേസമയം താഴെ നമ്മൾ ഒരു പ്രീവിയസ് ലോ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് അറിയാം മാർക്ക് ചെയ്യേണ്ടത്? 52,360 മാർക്ക് ചെയ്യേണ്ടത്. 1 അവർ ക്യാൻഡലിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 53,180 എന്നുള്ള ഈ ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒന്ന് റീട്രേസ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു 1:2 ഇവിടെ നിന്ന് ഏകദേശം 53,180 അല്ലേ, ഒരു 30 പോയിൻ്റ്, ഒരു 220 നിങ്ങൾ എൻട്രി എടുക്കുക. ഒരു 1:2 നോക്കൂ, നമുക്ക് ഏത് വരെ പോകും? 53,600 വരെ നമുക്ക് കൂളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പോവും. നിങ്ങൾ നാളെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഇനി അതുവരെ പോകുമെന്നുള്ള ഉറപ്പോടുകൂടി കാത്തിരിക്കേണ്ട. നമുക്ക് മതിയായ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മിണ്ടാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി താഴെ വരുമ്പോൾ 52,360 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതിനേക്കാളും ഇവിടെ വന്ന് ചിലപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നാളെ ഇവിടെ വന്ന് ഒരു റീട്രേസ് എടുത്ത് സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്തത് പ്രീവിയസ് ലോ എന്ന് പറയുന്നത് എത്ര അറിയോ? ഈ ഒരു ഏരിയയാണ്. ഇതിവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടല്ലോ, ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഏരിയയാണ് മാർക്ക് ചെയ്യേണ്ടത്. 52,020 താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്കും എടുത്തു വരാം. ഇവിടെ വന്ന് ഈ ലൈനൊന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ടച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് റീട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്കെടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരെ വന്ന് താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീട്രേസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ തിരിച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് 1:2 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും.
ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലാണ് നമുക്ക് ഒന്നും ഒരു പിടുത്തം കിട്ടാത്തത്. കാരണം ഇത് ഈ എവറസ്റ്റ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മാർക്കറ്റ് എന്തായാലും അപ് ട്രെൻഡിൽ തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ ഇത് എന്നാണ് എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴുക എന്നുള്ളതൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 30% പ്രോഫിറ്റിൻ്റെ 30% ടാക്സ് എന്നൊക്കെ പറഞ്ഞ് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ട്രേഡേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറയുമ്പോൾ ചിലപ്പോൾ ചറപറേന്ന് താഴേക്ക് വരികയാണെങ്കിൽ വന്നുകൂടാന്നില്ല. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി എടുത്തിട്ട് സ്വിംഗ് ട്രേഡ് എടുത്ത് മിണ്ടാതിരിക്കുക, അതന്നെ നടക്കുള്ളൂ. ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തിരിച്ച് കയറില്ല. അതായത് ഇതുപോലുള്ള ഈ കളിപ്പിക്കലുണ്ടാവില്ല പറയുക, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു കളിപ്പിക്കലുണ്ടാവില്ല. കാരണം ഇത് ഒരേ പോക്കാണ്. കണ്ടില്ലേ, നമുക്ക് ഇതിലെങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് പ്രീവിയസ് ലോവും പ്രീവിയസും മൈയും വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടാൻ പോകുന്നത് നമ്മൾ ട്രൈ ചെയ്യുക. പരിശ്രമം തന്നെയല്ലേ നമ്മുടെ വിജയത്തിന് അടിസ്ഥാനം. അപ്പോൾ നമുക്ക് ഇതിൽ പ്രീവിയസ് ഐ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു 4307, 24309, അപ്പോൾ 24310. ഓക്കെ, ഇന്നത്തെ ഹൈയിലാണ് നമ്മൾ വെക്കേണ്ടത്. പ്രീവിയസ് ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 24236, 238 ഇരുന്നോട്ടെ. അത് ബ്രേക്ക് ചെയ്തു, ക്ലോസ് ആൻഡ് ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാളെ ഇതിൻ്റെ മേലെ പോകണം, 23310 പോകണം. അപ്പോൾ 23310 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതേപോലെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാ ഇവിടെ ഒരു സിങ് ഉണ്ട്, 24093. കുറച്ചും കൂടെ താഴെ വരികയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഒക്കെ കൂടി ക്യാച്ച് ചെയ്തിട്ടാകുമ്പോൾ 24070. കുറച്ചും കൂടെ ഒന്ന് സേഫ്റ്റി ആയിട്ട് നമുക്കിരിക്കാം. 24060 എന്ന് വെച്ചോളൂ. 24060, 24060 താഴെ വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ താഴേക്കും എടുത്ത് പോകാം. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് 1 അവർ ക്യാൻഡിലാണ് പറയുന്നത്. 5 മിനിറ്റ് ക്യാൻഡിലും 15 മിനിറ്റ് ക്യാൻഡിലും നമ്മൾ നോക്കുന്നില്ല. അതൊക്കെ സ്കാൽപ്പേഴ്സിനുള്ളതാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടില്ല എന്നല്ല പറയുന്നത്, പ്രോഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ ലോസ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ 1 അവർ ക്യാൻഡിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, ഇവിടെ പവർ ഔട്ടായിരുന്നു, പവർ കട്ട്. മിനിഞ്ഞാന്ന് അതായത് ഇന്നലെ ചെയ്യാൻ തന്ന 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കട്ടെ. ഒന്നാമത്തേത് UPL ആണ്, 575. അതായത് 2-ാം തീയതിക്ക് തന്നതാണ് കേട്ടോ. 2 ജൂലൈ 9:15 ഓപ്പൺ ചെയ്തു. എത്രയിൽ? 574. നമുക്ക് 575 എടുക്കേണ്ടത്. ഇവിടെ എത്ര പോയി? 577.55 പൈസ വരെ പോയിട്ടുള്ളൂ. നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 580 15 മിനിറ്റ് ക്യാൻഡിലേക്കൊന്ന് മാറ്റി നോക്കട്ടെ. 576, 575 എൻട്രി. ഓക്കെ, നമുക്ക് ഇതിൽ 575 9:45 എൻട്രി കിട്ടി. 576, 577, 577, 570 താഴെയാണ്. ഓക്കെ, അതിനുശേഷം താഴെ വരികയാണ് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവട്ടെ, എന്താ ചെയ്യുക. രണ്ടാമത്തേത് കോൾ ഇന്ത്യയാണ്, 476.50. ഇവിടെ എത്ര? 9:15, 2 ജൂലൈ 9:15 478 ഓപ്പൺ ചെയ്തു. നമുക്ക് 476.50 എൻട്രി. 478 ഓപ്പൺ ചെയ്തിട്ട് 476 വരെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻട്രി കിട്ടിയില്ല എന്ന് പറയരുത്. 476.50 നമുക്ക് എൻട്രി. ഇത് കണ്ടോ താഴെ അതിൻ്റെ ടൈല് 476 വരെ വന്നിട്ട് എൻട്രി കിട്ടി. കൂളായിട്ട് 482, 485 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളേക്ക് 2 എണ്ണം പരിചയപ്പെടാം. അതിലൊന്ന് കോൾ ഇന്ത്യനാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, കണ്ടോ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, എത്ര തവണയാണ് ഈ സാധനം ഇവിടെ 1, 2, 3, 4, 5, ഇതാ ഇന്നിപ്പോൾ 5. ഓക്കെ, 5 തവണ ഇപ്പോൾ ഈ ഒരു ട്രെൻഡിനെ മറികടക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചോളൂ. നാളെ എന്തായാലും പുറത്തിയാടും. പുറത്തിയാടിക്കഴിഞ്ഞാൽ നല്ല പോക്കും പോകും. ഇതാ നോക്കിയേ, 526. അതുവരെ ഒന്നും പോയില്ല കേട്ടോ. അല്ല പറയുക, പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായിരുന്നാലും 491, 495, 498 എന്നിങ്ങനെ ടാർഗറ്റ് നോക്കാം. അതിന് മുകളിൽ പോകാൻ സാധ്യത ഉണ്ട്, ഉറപ്പില്ല. അല്ല പറയണല്ലോ.
അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, ഓരോ പോയിൻ്റ് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി നിങ്ങൾ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സുഖമായി സന്തോഷമായിരിക്കുക. അടുത്തത് ജി ഷിപ്പാണ്. ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ. കണ്ടോ എത്ര ഏരിയ കൂടെയാണ് ഇവന്മാർ ഇതാ 1 2 ഇതാ ഇന്ന് ശ്രമിച്ചിട്ടുണ്ട്. നാളെ അങ്ങോട്ട് ചെയ്താലോ 1255 അങ്ങോട്ട് എടുക്കുക. 1255 ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. 1246, 1264, 69 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കുക. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ പോട്ടെ, നിങ്ങൾ പരമാവധി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. സ്റ്റോക്കുകൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. പ്രീമിയം ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ആദ്യം ജനറൽ ഗ്രൂപ്പിൽ വരിക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ലാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്ക്രോൾ ചെയ്യണം, കാണുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.